ഇപ്പൊ നോമ്പിന്റെ സമയമാണല്ലോ, അതുപോലെ തന്നെ നല്ല ചൂട്. ഈ ഒരു ടൈമില് നമുക്ക് അടിപൊളി ഒരു റെസിപ്പി നോക്കിയാലോ. ഇത് നമ്മൾ മുന്തിരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ വീട്ടില് നോമ്പിന്റെ സമയത്തും അതുപോലെ തന്നെ നമ്മൾക്ക് ജ്യൂസ് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. വീട്ടിലെല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നല്ല അടിപൊളിയായിട്ട് ജ്യൂസ് കുടിക്കാമെങ്കിൽ ഒന്ന് ട്രൈ ആക്കി കൂടെ. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കാന്നൊക്കെ നോക്കാം. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടാക്കിക്കോട്ടോ. അപ്പോഴേ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കറുത്ത മുന്തിരിയാണ് കേട്ടോ. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന മുന്തിരി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അത് നമുക്കൊരു ബൗളിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് 1, 2, 3 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ തോലും ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇതിന്റെ പൾപ്പ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പല രീതിയിലും ഇത് ഉണ്ടാക്കുന്നവരുണ്ടാവും. ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പൾപ്പൊക്കെ ഒന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. തൊണ്ട് നമ്മൾ കളയത്തില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന്റെ ആ ഒരു കുരുവൊക്കെ കളയാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എളുപ്പ വഴിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഒരു കുപ്പിയില് പ്ലാസ്റ്റിക് ബോട്ടിലോ ഏതെങ്കിലും കുപ്പിയിൽ നമുക്ക് ഈ ഒരു പൾപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഷെയ്ക്ക് ചെയ്യണേ. പക്ഷെ അതിന് റിസൾട്ടാണ് വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ഈ ഒരു പൾപ്പ് മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ എല്ലാ കുരുവും സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഭൂരിഭാഗം 1, 2 എങ്ങാനും കുരു പോയിട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കി ഫുൾ കുരുവും മാറിക്കിട്ടും. അപ്പൊ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ അത്രയും എന്താ പറയുക എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ പൾപ്പൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. സമയമുള്ളപ്പോഴൊക്കെ കുറച്ച് അധികം പൾപ്പ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ജ്യൂസ് ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതേ ജ്യൂസിന്റെ തൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതില് ആ ഒരു പൾപ്പും കുരുവും കൂടെ ഒന്നിച്ചാണ് കിടക്കണം. അപ്പൊ നമുക്ക് അതിന്റെ കുരുവൊക്കെ ഒന്ന് സെപ്പറേറ്റ് എടുക്കണം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പം ജോലി കഴിഞ്ഞു കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് പാരായിട്ട് തോന്നുമെങ്കിലും ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും അടിപൊളിയാണല്ലോ എന്ന്. വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ആക്കാൻ നോക്കൂ കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവരൊന്നൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതേ നമുക്ക് കാണാൻ സാധിക്കും, അതിന്റെ കളറൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നിട്ടൊന്ന് തണുക്കട്ടെ. എന്നിട്ട് വേണം നമുക്കത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പിലേക്ക് ഞാൻ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേനില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തേൻ തന്നെയാണ് ഈ ഒരു റെസിപ്പിയുടെ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുന്തിരിയൊക്കെ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിയുടെ തൊണ്ടാണ് ഇത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് പൾസ് ചെയ്ത് പോവണ്ട. നിർത്തി ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ തൊണ്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ തൊണ്ടേപ്പാട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാനും സാധിക്കും കേട്ടോ. അന്നേരം അരിച്ചെടുക്കുമ്പോൾ ആ ഒരു തൊണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിലേക്ക് ഞാൻ ബാക്കി ആവശ്യത്തിന് തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേനില്ലാത്തവര് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുന്തിരിയുടെ പൾപ്പും അതുപോലെ തന്നെ ആ ജ്യൂസും കൂടെ മിക്സ് ആക്കുക, നന്നായിട്ട് തണുപ്പിക്കുക, എന്നിട്ട് കഴിക്കാട്ടോ. തണുപ്പിക്കണോട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ഈ ഒരു ചൂട് സമയത്ത് ഒന്ന് ട്രൈ ആക്കി നോക്കൂ. ഫീഡ്ബാക്ക് എന്നിട്ട് അറിയിക്കാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.